മുത്തപ്പൻ എങ്ങനെയാണ് പറശ്ശിനിക്കടവ് തിരഞ്ഞെടുത്തത് എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊരു ഫൈനൽ പാർട്ടാണ്. ഇത് കുറച്ച് ഫാക്ട്സ് ആണ് മുത്തപ്പൻ്റെ പറശ്ശിനിക്കടവ് അമ്പലത്തിനെ പറ്റിയുള്ള. സോ ഫസ്റ്റ് ഓഫ് ഓൾ, പറശ്ശിനിക്കടവെന്ന് മുത്തപ്പൻ്റെ നാട് അറിയപ്പെടുന്നതിന് മുമ്പ് അത് എങ്ങനെയാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് നിങ്ങൾക്കറിയാവോ? പറശ്ശിനിക്കടവ് എന്നായിരുന്നു ആദ്യം പറശ്ശിനിക്കടവ് എന്ന് പറയുന്ന സ്ഥലം അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. പിന്നെ മുത്തപ്പൻ വന്നതിന് ശേഷമാണ് അത് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ എന്ന നാമത്തിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. പറശ്ശിനിക്കടവെന്ന് മുത്തപ്പൻ വന്ന ശേഷമാണ് അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. മുത്തപ്പൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് നായ്ക്കൾ. അവിടെ എവിടെ ചെന്നാലും കുറേ പട്ടിക്കുട്ടികളെ കാണുവാനായിട്ട് സാധിക്കും. പറശ്ശിനിക്കടവ് അമ്പലത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ മനുഷ്യരെക്കാട്ടിലും പ്രാധാന്യം നായ്ക്കൾക്കാണ് കൊടുക്കുന്നത്. അവിടെ ആദ്യം പ്രസാദം കൊടുക്കുന്നതും നായ്ക്കൾക്കാണെന്ന് പറയപ്പെടുന്നു. അതിനുശേഷം മാത്രമേ എല്ലാ ദിവസവും മനുഷ്യർക്ക് പ്രസാദം കൊടുക്കാറുള്ളൂ എന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ. അതിനുള്ള മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ മുത്തപ്പൻ കഴിക്കുമ്പോൾ തൻ്റെ ആഹാരം പകുതിയും ഈ നായ്ക്കൾക്ക് കൊടുക്കുമായിരുന്നു എന്നാണ് ഐതിഹ്യം. അതിനുശേഷമാണ് പറശ്ശിനിക്കടവിൽ ആ ആചാരം തുടർന്ന് ആദ്യം നായ്ക്കൾക്ക് പ്രസാദം കൊടുത്തിട്ട് പിന്നീട് മനുഷ്യർക്ക് പ്രസാദം കൊടുക്കുന്നത്. അവിടുത്തെ പ്രസാദം എന്ന് പറഞ്ഞാൽ പുഴുങ്ങിയ പയറും ഉണക്കമീനും തേങ്ങാപ്പൂളുമാണ്. ഇത് തയ്യാറാക്കുന്നത് ഒരു മുസ്ലിം കുടുംബമാണ്. ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന സമയം ഞാൻ മുമ്പേ പറഞ്ഞ വീഡിയോസിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ പറശ്ശിനിക്കടവ് ടെമ്പിളിനെ പറ്റി പറയുമ്പോഴത്തേക്ക് കാണാൻ പറ്റും. ഹ്യൂമാനിറ്റിയാണ് അവിടെ മെയിൻ. ആർക്ക് വേണമെങ്കിലും പ്രവേശിക്കാൻ പറ്റുന്ന ഒരു അമ്പലമാണത്. തെയ്യം എല്ലാ ദിവസവും മുടക്കമില്ലാതെ കെട്ടിയാടുന്നൊരു സ്ഥലമുണ്ടെങ്കിൽ അത് പറശ്ശിനിക്കടവായിരിക്കും. ഈ കേരളത്തിൽ നിങ്ങൾക്ക് വേറെ എവിടെയും അങ്ങനെ ഒരു സംഭവം കാണുവാനായിട്ട് സാധിക്കില്ല. സോ എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്ന ഒരു സ്ഥലവും കൂടെയാണ് പറശ്ശിനിക്കടവ് എന്ന് പറയുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.